പെരിഞ്ജീരകം ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ആഹാരത്തിൽ ടേസ്റ്റ് വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന ഒരു കിടിലൻ സാധനം തന്നെയാണ് അല്ലേ. നമ്മുടെ അടുക്കളയിൽ എന്നും എപ്പോഴും ഉള്ള ഒരു സാധനം തന്നെയാണ് പെരിഞ്ജീരകം. പക്ഷേ ഇതിൻ്റെ അറിയാതെ പോയ കുറച്ച് ഗുണങ്ങൾ പറഞ്ഞു തന്നാലോ? സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെ ഗുളികകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യമാണ് കേട്ടോ. ഇതെനിക്കൊരു മെഡിക്കൽ ഷോപ്പിലെ ചേട്ടൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് കേട്ടോ. നമ്മൾ പലപ്പോഴും വലിയ ഗുളികകളാകുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. എത്ര ചെറിയ ഗുളിയാകട്ടെ നമുക്ക് എത്ര പീസാക്കണമെങ്കിലും ഇതുപോലെ ഒന്ന് സ്പൂണിൽ വെച്ച് ഇതാക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടൊക്കെ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടല്ലേ. അതൊന്ന് ചെയ്തു നോക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു കാര്യമല്ല കേട്ടോ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. ഗുളികകളിൽ ഇതുപോലെ ഒരു വരയില്ലാത്ത ഗുളികകൾ വലിയ ഇപ്പം നമുക്ക് തൊണ്ടയിൽ കുടുങ്ങുമെന്നുള്ള പേടിക്ക് നമ്മൾ ചിലപ്പോൾ അത് ഒന്ന് പൊട്ടിച്ചിട്ട് കഴിക്കാറുണ്ട് അല്ലേ. പക്ഷെ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. വേറെ ഒന്നുമല്ല, അതിൻ്റെ ഒരു എഫക്റ്റ് പോകും, അതിൻ്റെ ഒരു ഗുണം പോകും എന്നാണ് ആ ഒരു ചേട്ടൻ പറഞ്ഞു തന്നത്. എനിക്കറിയില്ല, ഡോക്ടർമാരൊന്നും എനിക്ക് ഇത് പറഞ്ഞു തന്നില്ല. പക്ഷെ ഇത് എനിക്ക് ജെന്യുവനായിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ഗുളികകളിലും മിക്ക ഗുളികകളിലും ഇങ്ങനെ വരയുണ്ടാവും, പക്ഷെ ചില ഗുളികകളിൽ മാത്രമേ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഇട്ട് വെക്കുന്നത് അല്ലേ. അങ്ങനെ ആയിരിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരാണെങ്കിലും ഒന്ന് പറയണം കേട്ടോ. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണേ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ എനിക്കിതൊരു ജെന്യുവനായിട്ട് തോന്നിയോണ്ട് മാത്രം നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് മാസമുറയിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ശരീരത്തിലുണ്ടാവുന്ന ജോയിന്റ് പെയിൻ ആകട്ടെ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന മാസമുറയിലുണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ ഒരു പെരിഞ്ജീരകവും ഉലുവയും കൂടെ ഒന്ന് വറുക്കുക കേട്ടോ. കുറേ വറുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈക്വലായിട്ട് എടുക്കുക പെരിഞ്ജീരകവും ഉലുവയും. എന്നിട്ട് വറുത്ത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ വയറുവേദനയൊക്കെ വന്ന വളരെ ബുദ്ധിമുട്ടാണ്. ചിലവർക്ക് പീരീഡ്സ് ആകുമ്പോൾ നല്ല ഫ്ലോ ആയിട്ട് ബ്ലഡ് പോകുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്താൽ നല്ലതാണ് കേട്ടോ. അപ്പം മാസമുറ കറക്റ്റിന് വരുന്നില്ല എന്നുള്ള പ്രോബ്ലമൊക്കെ മാറ്റുവാനും ഈ ഒരു വെള്ളം നിങ്ങൾ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ വയറുവേദന അധികമുള്ളവരൊക്കെ ആണെങ്കിൽ പീരീഡ്സ് ആകുന്ന ഒരാഴ്ച മുമ്പ് ഒരു നേരം, ഇപ്പം 5 ദിവസം മുമ്പ് നിങ്ങൾ ഇത് കുടിക്കാൻ തുടങ്ങുക. ഒരു നേരം വെച്ചിട്ട് എല്ലാ ദിവസവും കുടിക്കുക കേട്ടോ. അപ്പോൾ പീരീഡ്സ് ആകുമ്പോൾ നമുക്ക് വയറുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഈ ചേച്ചിന്റെ വോയിസ് ഒന്ന് കേട്ടു നോക്കൂ. വെളിച്ചെണ്ണ തൊട്ട് പറ്റിയിട്ട് കുളിച്ചു, കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഇത്തിരി അധികം കൊടുത്ത് തയ്ച്ചിട്ട് ഞാൻ ഷാമ്പു ഇട്ട് കളഞ്ഞു. കുറച്ച് നേരം തലയിൽ വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നും കാണാനില്ല കേട്ടാ. എനിക്ക് കുഴപ്പമില്ല. കുറേ മുന്നേ കിട്ടിച്ച അത്ര സുഖത്തൊന്നും അറിഞ്ഞില്ലല്ലോ മോളെ. അപ്പം ഇതില്ല, എനിക്ക് ആദ്യം അങ്ങനെ ഓറായിട്ടൊന്നും കൊഴിയണില്ല. കുറച്ച് ഭേദം തോന്നുന്നുണ്ട് കേട്ടാ. മോളുടെ ബിസിനസ് നന്നാവട്ടെ, വളരെ ഫേമസ് ആവട്ടെ. എനിക്ക് എൻ്റെ മരുന്നൊക്കെ നാട്ടിൽ നിന്നാണ് വരുത്തിച്ചേർന്നത്. ഇതുപോലെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരും അല്ലാത്തവരും ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് പേരെ മാത്രമല്ലേ നമുക്ക് ഇതിൽ കാണിക്കാനും കേൾപ്പിക്കാനൊക്കെ സാധിക്കുള്ളൂ. അത്രത്തോളം റിസൾട്ട് കിട്ടിയ ഒരു അനാർക്കലി ഹെയർ ഓയിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഓരോ ചേച്ചിമാരും ഓരോ ആളുകളും നമ്മളെ വിളിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മേടിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കാം. നല്ല ഉറക്കം കിട്ടുവാനും മുടി കൊഴിച്ചൽ മാറുവാനും അകാരനര വരാതിരിക്കുവാനും മുടി നല്ല രീതിയിൽ വളരുവാനും പ്രസവിച്ച് കുട്ടികൾക്ക് മുതൽ എത്ര പ്രായമുള്ളവർക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പ്രായത്തിലുണ്ടാവുന്ന നര ഒരിക്കലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. പക്ഷെ ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ 20 25 വയസ്സുള്ള കുട്ടികളെ മുടി നരക്കുന്നുണ്ടെങ്കിൽ ഇത് സാവകാശം മുടി കറുപ്പിക്കുവാൻ വളരെ നല്ലതാണ് കേട്ടോ. നമ്മളുടെ ഹെയർ ഡൈ പോലെ പെട്ടെന്നൊന്നും കറുക്കുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. സാവകാശം കറുക്കുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം മെയ്ഡ് ഹെയർ ഓയിലാണ് കേട്ടോ. ഇതുപോലെ എത്ര പേരാണ് ഓരോ ദിവസവും കമൻറ്റ് പറയുന്നതെന്ന്. വളരെയധികം സന്തോഷമുണ്ട്. മുടി കൊഴിച്ചിൽ മാറി, മുടിക്കുള്ളിൽ വെച്ചു, നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം. ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ.
അടുത്തതായിട്ട് പെരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല എന്ന് ഞാൻ ഫസ്റ്റിലെ തന്നെ പറഞ്ഞില്ലേ. നമുക്ക് എന്ത് ഫുഡ് കഴിച്ചാലും നെഞ്ചെരിച്ചിൽ, നെഞ്ച് പോച്ചിലൊക്കെ ഉണ്ടാവും. ചിലവർക്ക് മീൻ, ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പം മീനാണെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു നുള്ളി ഈ ഒരു പെരിഞ്ജീരക പൊടി ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് അപാരമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനേക്കാൾ ഗുണം നമുക്കുണ്ടാവുന്ന നെഞ്ചത്തുണ്ടാവുന്ന നെഞ്ചെരിച്ചിൽ, പോച്ചിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് മാറ്റുവാനും ഇത് സൂപ്പറാണ് കേട്ടോ. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. പോച്ചിൽ, അസിഡിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ ഫ്രിഡ്ജിൽ നമ്മൾ കുറേ അധികം മീനും ഇറച്ചിയൊക്കെ മസാല തേച്ച് വെച്ചാലും ഒരു ഉണക്കമീൻ്റെ ടേസ്റ്റ് വരും അല്ലേ. നമ്മൾ പച്ചമീനാണെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അല്ലാതെ നമ്മൾ ഇതുപോലെ മസാല തേച്ച് വെച്ചാലും ഒരു ഉണക്കമീൻ്റെ ടേസ്റ്റ് വരാറുണ്ട്. പക്ഷെ പെരിഞ്ജീരകം ചേർത്തൊന്ന് നിങ്ങൾ വെച്ച് നോക്കുക കേട്ടോ. എത്ര കാലമായാലും അത് ഫ്രഷോടുകൂടി ഇരിക്കുകയും ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ മീൻകറി വെക്കുമ്പോഴും ഒരു നുള്ള് പെരിഞ്ജീരകം ഇതിലേക്ക് ചേർത്താൽ വളരെ നല്ലതാണ് കേട്ടോ. വളരെ ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ മുളക് ചാറൊക്കെ കൂട്ടുമ്പോൾ മിക്കവർക്കും നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു നുള്ളിട്ടോ, കുറേ ഒന്നും ചേർക്കണ്ട. അപ്പം നിങ്ങൾ പറയും അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അതൊന്നുമില്ല, ഒരു നുള്ളി ചേർക്കപ്പോൾ നമ്മൾ മീറ്റ് വെക്കുമ്പോഴും പെരിഞ്ജീരകം ഇട്ടാലും വളരെ നല്ലതാണ് കേട്ടോ. പച്ചക്കറിയിലാണെങ്കിലും എന്തിലാണെങ്കിലും പെരിഞ്ജീരകം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വയറിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റാനായിട്ട് സൂപ്പറാണ്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയൊക്കെ കൊണ്ട് ചിലവർക്ക് ഗോതമ്പ് കഴിച്ചാലും നമുക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാവും, നെഞ്ചരിച്ചിലും പോച്ചിലും പുളിച്ചുകെട്ടലൊക്കെ ഉണ്ടാകാറുണ്ട്. എനിക്ക് ഗോതമ്പ് പൊടി കഴിക്കുമ്പോഴാണ് ഗോതമ്പ് പൊടിയുടെ ചപ്പാത്തിയോ പുട്ടോ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിലും വയറിങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാറുണ്ട്. അപ്പം ഇതുപോലെ ചെയ്തപ്പോൾ നല്ല വ്യത്യാസം തോന്നി. ചിലവർക്ക് അരിപ്പൊടിയിലും നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യൂ. ഒരു നുള്ള് പെരിഞ്ജീരകം, നമ്മളിപ്പോൾ ഇടിയപ്പോ പത്തിരി എന്തുണ്ടാക്കണമെന്നുണ്ടെങ്കിലും കുറേ ക്വാണ്ടിറ്റി ഒന്നും അല്ല കേട്ടോ, വളരെ ഒരു നുള്ള് എന്ന് പറയില്ലേ, ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ പെരിഞ്ജീരകം ചേർത്ത് നമ്മൾ എന്താണോ ഇപ്പോൾ പത്തിരി ആണെങ്കിൽ പത്തിരി എങ്ങനെയാണോ പത്തിരി ഉണ്ടാക്കാനും ഇടിയപ്പം ഉണ്ടാക്കാനും പൊടികൾ ചേർക്കുന്നത് അതുപോലെ നമുക്ക് കുഴച്ച് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ടേസ്റ്റ് വ്യത്യാസം വരുമോ എന്നൊന്നും പേടിക്കേണ്ട. ഒരു നുള്ള് മാത്രം. ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവില്ല, ചിലവർക്ക് അത് നല്ല ഇഷ്ടമായിരിക്കും. പക്ഷെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇഷ്ടമില്ലാത്തവരോട് ഞാൻ പറയണേണ്, ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര ബോറല്ലല്ലോ, പക്ഷേ വളരെ ഹെൽത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മളുടെ ഈ ഒരു പെരിഞ്ജീരകം ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ചേർത്ത് കഴിക്കുന്നത് ഇടിയപ്പത്തിന് യാതൊരു ടേസ്റ്റും വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ എപ്പോഴും എന്തുണ്ടാക്കുമ്പോൾ ഒരു നുള്ള് ചേർക്കാറുണ്ട് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മളുടെ വയറിനുള്ള ഏതൊരു പ്രശ്നത്തിനും നമുക്ക് ഈ ഒരു പെരിഞ്ജീരകം സൂപ്പറാണ് കേട്ടോ. നമ്മൾ വയറ്റിൽ നിന്ന് പോകാതിരിക്കുമ്പോൾ, നമുക്ക് മോഷൻ കറക്റ്റായിട്ട് പോകാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ് കേട്ടോ. ചെറിയ അസുഖങ്ങളിൽ നിന്നാണ് വലിയ അസുഖങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ആദ്യം നമ്മളുടെ ശരീരത്തിലുള്ള വേസ്റ്റ് പുറം തള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ മരുന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും ഫ്രൂട്ട്സ് കഴിച്ചാലും എന്ത് കഴിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു വയറ് പ്രോപ്പറായിട്ട് മോഷൻ പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചയോ മാസത്തിലൊരിക്കലോ ഇതുപോലെ ചെയ്യുക കേട്ടോ. പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വറുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം 3/4 ഗ്ലാസ് ആവുന്നവരെ നല്ലതുപോലെ കഷായം പോലെ നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ ചേർക്കുന്നത് ആവണക്കെണ്ണയാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം കൊടുക്കാവുള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വർക്കിംഗ് ഡേയ്സ്, ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഹൗസ് വൈഫാണ്, വീട്ടിലിരിക്കുന്നതാണെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ദിവസം, നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ദിവസം നിങ്ങളിത് ചെയ്യുക കേട്ടോ. പുറത്ത് പോകാനുള്ള ആവശ്യമുള്ള സമയത്തൊന്നും നിങ്ങളിത് ചെയ്യരുത്. നമ്മൾ ആ ഒരു ദിവസം നല്ല റിലാക്സ് ചെയ്തിരിക്കുക. നമ്മളുടെ പെരിഞ്ജീരകത്തിൻ്റെ വെള്ളത്തിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് ആവണക്കെണ്ണയാണ് കേട്ടോ. ആവണക്കെണ്ണ സൂപ്പറാണ്. ആയുർവേദ കടകളിലും ഓൺലൈനിലും ഞാനിവിടെ ടാഗ് ചെയ്ത് വെച്ചേക്കാം. വളരെ അടിപൊളിയാണ് നമ്മളുടെ വയറ് ക്ലീൻ ചെയ്യാൻ. ഈ ആവണക്കെണ്ണ നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോൾ വയറ് ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് അവർ തരാറുണ്ട്. ഈ പെരിഞ്ജീരകത്തിൻ്റെ വെള്ളത്തിൽ നമ്മൾ കുടിക്കുമ്പോൾ നമ്മളുടെ വയറിലുണ്ടാകുന്ന അസിഡിറ്റി അങ്ങനെയുള്ള പ്രോബ്ലം കൂടി മാറുവാനായിട്ട് സൂപ്പറാണ്. ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടറുമായി സംസാരിച്ചതിന് ശേഷം
ശേഷം മാത്രം ചെയ്യുക. ഇത് കുടിച്ചൊരു 10 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ വയറ്റിൽ നിന്ന് പോകുന്നതാണ്. ഒരു 2-3 പ്രാവശ്യം പോകും. അതിന് ശേഷം നിന്നില്ലെങ്കിൽ നിങ്ങൾ കട്ടൻ ചായയിൽ നാരങ്ങ കുടിച്ച് നിങ്ങൾ അത് ഇതാക്കുക. അതുപോലെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. കഞ്ഞി, അതുപോലുള്ള കരിക്കും വെള്ളം, അങ്ങനെയുള്ള ബാർലി, അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ദഹിക്കാൻ എളുപ്പമുള്ള ഫുഡ് അന്നത്തെ ദിവസം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ എന്ന് തോന്നിയാൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആരെങ്കിലും ആണെങ്കിൽ അത് ഡോക്ടറുമായി സംസാരിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.